Dear children, ചാപ്റ്റർ 10ന്റെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഡിസ്കഷൻ സെഷന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. 2018 മാർച്ചിലെ തന്നെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. കഴിഞ്ഞ ക്ലാസ്സിൽ ആ വർഷം തന്നെ 2 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ കണ്ട 2018 മാർച്ചിലും ഒരു 10 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഈ ചാപ്റ്ററിനെ ബേസ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ നോക്കാം. ദ ഫോളോയിങ് ഈസ് ദി ട്രയൽ ബാലൻസ് എക്സ്ട്രാക്റ്റഡ് ഫ്രം ദി ബുക്സ് ഓഫ് ആര്യ ട്രേഡേഴ്സ് ഫോർ ദി ഇയർ എൻഡഡ് 31 മാർച്ച് 2017. 2017 മാർച്ച് 31 ആര്യ ട്രേഡേഴ്സിന്റെ ട്രയൽ ബാലൻസ് ആണ് തന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യം ഈ ട്രയൽ ബാലൻസ് ഒന്ന് വായിച്ച് ഓരോ ഐറ്റവും എങ്ങോട്ടേക്കാണ് എഴുതേണ്ടതെന്നൊന്ന് നോട്ട് ചെയ്യാം. പർച്ചേസസ് നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഡ്രോയിങ്സ് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി സൈഡിൽ ക്യാപിറ്റലിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യേണ്ടുന്ന ഐറ്റമാണ്. സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ഓപ്പണിംഗ് സ്റ്റോക്ക് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. സൺട്രി ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ് ബാലൻസ് ഷീറ്റിൽ. സൺട്രി ഡെറ്റേഴ്സ് അസറ്റ് ആണ് ബാലൻസ് ഷീറ്റിൽ. പർച്ചേസ് റിട്ടേൺ നമ്മൾ ട്രേഡിംഗ് അക്കൗണ്ടിൽ പർച്ചേസിന്റെ എമൗണ്ട് എഴുതിയിട്ടുണ്ടാവും, അത് ഇന്നർ കോളത്തിൽ കൊടുക്കണം. കാരണം ഈ പർച്ചേസ് റിട്ടേണിന്റെ എമൗണ്ട് എന്ത് ചെയ്യാനുള്ളതാണ്, ഡിഡക്റ്റ് ചെയ്യണം. എന്നിട്ട് നെറ്റ് പർച്ചേസ് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. അതുപോലെ തന്നെ സെയിൽസ് റിട്ടേണും ഉണ്ട്. അപ്പോൾ സെയിൽസിൽ നിന്ന് സെയിൽസ് റിട്ടേൺ ഡിഡക്റ്റ് ചെയ്തിട്ട് നെറ്റ് എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. നെക്സ്റ്റ് കമ്മീഷൻ റിസീവ്ഡ്. കമ്മീഷൻ റിസീവ്ഡ് ആണെന്ന് എങ്ങനെയാണ് മനസ്സിലാകുന്നത്? എമൗണ്ട് കിടക്കുന്നത് ഏത് കോളത്തിലാണ് നോക്കുക. ഇവിടെ ക്രെഡിറ്റ് എമൗണ്ട് കോളത്തിലാണ് കിടക്കുന്നത്. അതുകൊണ്ട് ഇത് എന്താണ്? ഇൻകം ആണ്. കമ്മീഷൻ റിസീവ്ഡ് ആണ്. ഇൻകം ആയതുകൊണ്ട് എവിടെ എഴുതേണ്ടത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം എഴുതാനായിട്ട്. ദെൻ വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിലാണ് എഴുതേണ്ടത്. ക്യാരിയേജ് ഇൻവേർഡ്സ്. ക്യാരിയേജ് ഇൻവേർഡ്സ് പറഞ്ഞാലും ഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ. ക്യാരിയേജ് ഔട്ട്വേർഡ്സ് ഇതെന്ന് പറഞ്ഞാൽ ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് അല്ലേ. അതായത് സെയിൽസ് ആഫ്റ്റർ സെയിൽസ് വരുന്ന ഒരു എക്സ്പെൻസ് ആണ്. അതെന്ന് പറയുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. സാലറീസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വേണം എഴുതാനായിട്ട്. റെന്റ് എന്നേ ഉള്ളൂ. റിസീവ്ഡ് ആണോ പെയ്ഡ് ആണോ എന്ന് മനസ്സിലാകണമെങ്കിൽ എമൗണ്ട് ഏത് കോളത്തിലാണെന്ന് നോക്കുക. ഇവിടെ ക്രെഡിറ്റിലാണ് എമൗണ്ട്. അപ്പം നമുക്കറിയാം ഇൻകം ആണ്. അപ്പം റെന്റ് റിസീവ്ഡ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം എഴുതാനായിട്ട്. ബിൽസ് പേയബിൾ നമുക്കറിയാം ലയബിലിറ്റി ആണ്. ബാലൻസ് ഷീറ്റിലാണ് എഴുതേണ്ടത്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അതും ലയബിലിറ്റി ആണ് ബാലൻസ് ഷീറ്റിൽ. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്. ബാലൻസ് ഷീറ്റിലാണ് എഴുതേണ്ടത്. ബിൽഡിങ് ഫർണിച്ചർ ഇത് രണ്ടും അസറ്റ് ആണ്. ബാലൻസ് ഷീറ്റിൽ എഴുതേണ്ട ഐറ്റംസ് ആണ്. നെക്സ്റ്റ് ബാഡ് ഡെറ്റ് കിട്ടാക്കട എന്ന് പറയുന്നത് എന്താണ്? ബിസിനസ്സിനെ സംബന്ധിച്ചൊരു ലോസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വേണം എഴുതാനായിട്ട്. ജനറൽ എക്സ്പെൻസ് അതും ഒരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വേണം എഴുതാനായിട്ട്. ഇൻഷുറൻസ് 6000 രൂപ ഇൻഷുറൻസ് ചാർജ് അടച്ചിട്ടുണ്ട്. അതും പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ വേണം എഴുതാൻ. നെക്സ്റ്റ് ക്യാപിറ്റൽ നമുക്കറിയാം ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ വേണം രേഖപ്പെടുത്താൻ. ഇനി അഡീഷണൽ ഇൻഫോർമേഷൻസ്. ക്ലോസിംഗ് സ്റ്റോക്ക് വാസ് വാല്യൂഡ് അറ്റ് ₹45,000. ക്ലോസിംഗ് സ്റ്റോക്ക് 45,000 രൂപയുടെ ഉണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? ഒന്ന് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും എഴുതണം. അതുകൂടാതെ ബാലൻസ് ഷീറ്റിന്റെ അസറ്റ് സൈഡിലും എഴുതണം. സാലറീസ് പെയ്ഡ് ഓൺലി അപ് ടു 31 ജനുവരി 2017. എന്താ ഇതിൻ്റെ അർത്ഥം? 2017 ജനുവരി 31 വരെയേ സാലറി കൊടുത്തിട്ടുള്ളൂ എന്നാണ് അല്ലേ. ഇപ്പോൾ 2017 ജനുവരി 31 വരെയേ സാലറി ഇവിടെ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് സാലറി എവിടെയാണ് കിടക്കുന്നത്? കണ്ടോ സാലറി ഇപ്പോൾ 10,000 രൂപയാണ് സാലറി കൊടുത്തിരിക്കുന്നത്. അപ്പം ജനുവരി 31 നമ്മുടെ ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന എന്നാ? മാർച്ച് 31. അപ്പോൾ ഈ ജനുവരി 31 കഴിഞ്ഞ് ഫെബ്രുവരി മാർച്ച് 2 മാസത്തെ സാലറിയും കൂടി ഇനി കൊടുക്കാനുണ്ടെന്നല്ലേ ഇതിനകത്ത് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സാലറി ഔട്ട്സ്റ്റാൻഡിങ് ഫോർ 2 മന്ത് 2 മാസത്തെയും കൂടി കൊടുക്കാനുണ്ട്. അപ്പം നോക്കിക്കേ ഇവിടെ കൊടുത്തിരിക്കുന്ന സാലറി എന്ന് പറയുന്നത് 10 മാസത്തെയാണ്. ഒരു വർഷം എന്ന് പറയുമ്പോൾ 12 മാസമാണ്. അതിൽ 10 മാസത്തെ സാലറി എന്ന് പറഞ്ഞാൽ 10,000 രൂപ. അപ്പം നമുക്കറിയാവില്ല 2 മാസത്തെ സാലറി എന്ന് പറയുമ്പോൾ ഇനി എത്ര രൂപയും കൂടെ കൊടുക്കാനുണ്ട്? 2,000 രൂപ കൂടി കൊടുക്കാനുണ്ട്. അപ്പോൾ എത്ര രൂപയാണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്? 2,000 അല്ലേ. 2,000 ആണ് ഔട്ട്സ്റ്റാൻഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഔട്ട്സ്റ്റാൻഡിങ് സാലറി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാലറി എഴുതുമ്പോൾ എന്ത് ചെയ്യണം? ഈ ഔട്ട്സ്റ്റാൻഡിങ്ങിന് കൊടുക്കാനുള്ള ഈ സാലറിയും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം.
കൂടാതെ ഇനി കൊടുക്കാനുള്ള സാലറി എന്ന് പറയുന്നത് ബാലൻസ് ഷീറ്റിൽ ലയബിലിറ്റി ആയിട്ടും കാണിക്കണം. അപ്പോൾ ഇവിടെ അഡീഷണൽ ഇൻഫോർമേഷൻ്റെ നമ്പർ ബി ആണ്. അപ്പോൾ ഈ സാലറിയുടെ സൈഡിൽ ബി എന്നൊന്ന് ഇട്ട് കൊടുക്കുക കേട്ടോ, കോൾ ഓഫ് ടൈമിൽ വായിക്കുമ്പോൾ തന്നെ. ഇനി സി, ഇൻഷുറൻസ് പ്രീപെയ്ഡ് ₹800. ഇൻഷുറൻസിൻ്റെ തുകയിൽ 800 പ്രീപെയ്ഡ് ആണ്. പ്രീപെയ്ഡ് എന്ന് പറഞ്ഞാൽ മുൻകൂർ അടിച്ചിട്ടിരിക്കുന്നതാണ്, അതായത് ഈ വർഷത്തെ അല്ല. അപ്പോൾ ഇവിടെ ഇൻഷുറൻസിൻ്റെ എമൗണ്ട് 6000 തന്നിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഈ 800 ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം കരുതാം. അപ്പോൾ ഈ വർഷത്തെ മാത്രം നമ്മൾ ഈ കണക്കിൽ കാണിച്ചാൽ മതി. അപ്പോൾ 800 ഡിഡക്റ്റ് ചെയ്യണം. ഇൻഷുറൻസിൻ്റെ ഈ ഓൾറെഡി കൊടുത്തിട്ടുള്ള 6000 അതിൽ നിന്ന് 800 എന്ത് ചെയ്യണം, ലെസ് ചെയ്യണം. പിന്നെ പ്രീപേ ചെയ്തിട്ടിരിക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് എന്താണ്, ബിസിനസ്സിനെ സംബന്ധിച്ച അസറ്റാണ് അല്ലേ. കൊടുക്കാനുള്ള എമൗണ്ട് മുൻകൂർ അടച്ചിട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബെനിഫിറ്റ് നമുക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അത് നമ്മൾ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിൽ കാണിക്കുകയും കൂടി വേണം. നെക്സ്റ്റ് ഡി, ക്രിയേറ്റ് പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ് അറ്റ് 10% പെർ ആനം ഓൺ ഡെറ്റേഴ്സ്. ഡെറ്റേഴ്സിൻ്റെ 10% പ്രൊവിഷൻ ക്രിയേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെറ്റ്. അപ്പോൾ ഇത് സൺട്രി ഡെറ്റേഴ്സിൻ്റെ ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ സൺട്രി ഡെറ്റേഴ്സിൻ്റെ എമൗണ്ട് എന്ന് പറയുന്നത് എത്രയാണ്, 46,000 ആണ്. ഉണ്ട്. അപ്പോൾ സൺട്രി ഡെറ്ററിൻ്റെ സൈഡിൽ അഡീഷണൽ ഇൻഫോർമേഷൻ നമ്പർ ഡി ആണത്. ഡി എന്നൊന്ന് കൊടുക്കുക. അപ്പോൾ 46,000ൻ്റെ 10%, അപ്പോൾ എത്ര വരും, 44,600 വരും പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ആ പ്രൊവിഷൻ എന്ത് ചെയ്യണം, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലും കാണിക്കണം. ബാലൻസ് ഷീറ്റിൽ ഈ സൺട്രി ഡെറ്റേഴ്സിൽ നിന്ന് ഈ എമൗണ്ട് കുറയ്ക്കണം. കാരണം ഇനി അത്രയും സൺട്രി ഡെറ്റേഴ്സ് ഇല്ല, നമ്മൾ പ്രൊവിഷൻ വെച്ചിട്ടുണ്ട് 4600. അതുകൊണ്ട് നെക്സ്റ്റ്, ഈ ഡിപ്രീസിയേറ്റ് ബിൽഡിംഗ് അറ്റ് 5% പെർ അനം ആൻഡ് ഫർണിച്ചർ അറ്റ് 10% പെർ അനം. ബിൽഡിങ്ങിനും ഫർണിച്ചറിനും 10% ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പം ബിൽഡിങ്ങിൻ്റെ ഫർണിച്ചറിൻ്റെ സൈഡിൽ എന്ന് കൊടുക്കുക. രണ്ടിനും 10% ആണ്. അപ്പോൾ ആ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്ത് അത് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യണം. അതുപോലെ ബാലൻസ് ഷീറ്റിൽ ഈ ഫർണിച്ചറിൻ്റെയും അതുപോലെ തന്നെ ഈ ബിൽഡിങ്ങിൻ്റെയും വാല്യൂ കാണിക്കുമ്പോൾ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം കാണിക്കാനായിട്ട്. പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഫോർ ദ ഇയർ എൻഡഡ് 31 മാർച്ച് 2017 ആൻഡ് എ ബാലൻസ് ഷീറ്റ് ആസ് ഓൺ ദാറ്റ് ഡേറ്റ്. നമ്മളോട് ആ വർഷം 31 മാർച്ച് 2017 ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 8 മാർക്കാണ് ഈ ക്വസ്റ്റിന്. ഇപ്പോൾ എല്ലാ ഐറ്റംസും എങ്ങനെയാണ് എഴുതേണ്ടത് നമ്മൾ മനസ്സിലാക്കി. ദെൻ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുക. അപ്പോൾ അതിലേക്ക് എഴുതാനുള്ള ഐറ്റംസ് എല്ലാം എഴുതുക. ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, റിട്ടേൺ കുറച്ചിട്ടുള്ള എമൗണ്ട് എഴുതിയിരിക്കുന്നു, വേജസ് ഉണ്ട്, ക്യാരിയേജ് ഇൻവേർഡ് ഉണ്ട്. ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ്, റിട്ടേൺ കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക്, ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ഇവിടെയും ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് ആയിരിക്കും. ആ ഗ്രോസ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്തിരിക്കുന്നു. ദെൻ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ലോസസും ഡെബിറ്റ് സൈഡിലും റവന്യൂസും ഗെയിൻസും ക്രെഡിറ്റ് സൈഡിലും. ഇവിടെ ഒരു ഗെയിൻ അല്ലെങ്കിൽ റവന്യൂ ഉള്ളൂ, അതായത് കമ്മീഷനുണ്ട്, റെൻറ്റും കിട്ടിയിട്ടുണ്ട് അത്. പിന്നെ ക്യാരിയേജ് ഔട്ട്വേർഡ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്. സാലറി എഴുതുമ്പോൾ കണ്ട് ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ട് ഇനിയും 2000 കൂടി കൊടുക്കാറുണ്ടെന്ന് പറഞ്ഞില്ലേ, അതോടെ ചേർത്തിട്ടുള്ള എമൗണ്ട് വേണം. പിന്നെ ജനറൽ എക്സ്പെൻസ്, ഇൻഷുറൻസിൻ്റെ തുക എഴുതുമ്പോഴേ 800 പ്രീപെയ്ഡ് ആണ്, അത് കുറച്ചിട്ടുള്ള എമൗണ്ട് വേണം. പിന്നെ ബാഡ് ഡെറ്റ് ഉണ്ട്, പ്രൊവിഷൻ ഫോർ ബാഡ് ഡെറ്റ് ഉണ്ട്. ഇതെല്ലാം P&L അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. പിന്നെ ഡിപ്രീസിയേഷൻ രണ്ടിൻ്റെയും കാൽക്കുലേറ്റ് ചെയ്തിട്ട് ടോട്ടൽ ഡിപ്രീസിയേഷൻ എമൗണ്ട് കോളത്തിലേക്ക് എഴുതിയിരിക്കുന്നു. ഇനി എന്ത് ചെയ്യണം, ടോട്ടൽ ചെയ്യുക, ബാലൻസ് ചെയ്യുക. ഇവിടെയും ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് എന്താണ്, നെറ്റ് പ്രോഫിറ്റ് ആണ്. ആ നെറ്റ് പ്രോഫിറ്റിനെ ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ്. നെക്സ്റ്റ് ബാലൻസ് ഷീറ്റ് ഡ്രോ ചെയ്യുക. അസറ്റ്സ് ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, പ്രീപെയ്ഡ് ഇൻഷുറൻസ് ഉണ്ട്. പ്രീപെയ്ഡ് ഇൻഷുറൻസ് പ്രീമിയം മുൻകൂർ അടച്ചിട്ടിരിക്കുന്ന അസറ്റാണ്. ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. സൺട്രി ഡെറ്ററിൽ നിന്ന് പ്രൊവിഷൻ ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. ബിൽഡിങ്ങിനും ഫർണിച്ചറിനും ഡിപ്രീസിയേഷൻ ഡിഡക്റ്റ് ചെയ്തിട്ട് വേണം എമൗണ്ട് എഴുതാനായിട്ട്. പിന്നെ ലയബിലിറ്റി സൈഡിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്, അത് ലയബിലിറ്റിയാണ്. സാലറി ഔട്ട്സ്റ്റാൻഡിങ്, ഇനിയും കൊടുക്കാനുള്ള സാലറി 2000 എന്ന് പറയുന്നതും ബാധ്യതയാണ്. സൺട്രി ക്രെഡിറ്റർ 35,000 ഉണ്ട്, ബിൽസ് പേയബിൾ 16,000 ഉണ്ട്. പിന്നെ ക്യാപിറ്റൽ നെറ്റ് പ്രോഫിറ്റ് ആഡ് ചെയ്യുന്നു. ഇപ്പോൾ ഇവിടെ ഡ്രോയിങ്സ് ഉണ്ട്, അതുകൊണ്ട് ഡ്രോയിങ്സ് ഡിഡക്റ്റ് ചെയ്തിട്ടുള്ള എമൗണ്ട് വേണം എമൗണ്ട് കോളത്തിലേക്ക് എഴുതാൻ. ദെൻ ടോട്ടൽ ചെയ്യുക, ബാലൻസ് ഷീറ്റ് ടാലി ആകും. ഇപ്പോൾ ചെയ്യേണ്ട വിധം എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ അല്ലേ. ഇനി 2018 ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതൊരു 1 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. ഇൻകം റിസീവബിൾ ഈസ് ഡാഷ്. എന്താ ഇതിൻ്റെ അർത്ഥം? കിട്ടാനുള്ള ഇൻകം. ഇനി കിട്ടാനുള്ള ഇൻകം എന്ന് പറയുന്നത് എന്താണ്? അസറ്റ് ആണോ, ലയബിലിറ്റി ആണോ, പ്രോഫിറ്റ് ആണോ, ലോസ് ആണോ? കിട്ടാനുള്ള ഇൻകം എന്ന് പറയുന്നത് നിശ്ചയമായിട്ടും എന്താണ്?
അസറ്റ് അല്ലേ? അതെന്ന് പറയുന്നത് അസറ്റാണ്. ഇനി നമുക്ക് ആ വർഷത്തെ തന്നെ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഫ്രം ദ ഫോളോയിങ് ട്രയൽ ബാലൻസ് ഓഫ് ഗൗതം ആൻഡ് സൺസ് ആസ് ഫ്രോം 31st December 2016 പ്രിപ്പയർ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പം ഗൗതമിന്റെ ട്രയൽ ബാലൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഫിനാൻഷ്യൽ ഇയർ എൻഡ് ചെയ്യുന്ന 31st December 2016 ആണ്. ആദ്യം ഈ ട്രയൽ ബാലൻസിലെ ഓരോ ഐറ്റംസും എങ്ങോട്ടേക്കാണ് എഴുതേണ്ടതെന്ന് നോക്കാം. ഓപ്പണിംഗ് സ്റ്റോക്ക് നമുക്കറിയാം ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ, പർച്ചേസസ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ, സെയിൽസ് റിട്ടേൺസ് എന്താ ചെയ്യേണ്ടത്? ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്യേണ്ടുന്ന ഐറ്റമാണ്. എന്നിട്ട് നെറ്റ് സെയിൽസ് വേണം എമൗണ്ട് കോളത്തിൽ എഴുതാൻ. ക്യാഷ് ഇൻ ഹാൻഡ് അസറ്റ് ആണ്, ക്യാഷ് അറ്റ് ബാങ്ക് അസറ്റ് ആണ്. സാലറി ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. വേജസ് ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, ട്രേഡിംഗ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട ഐറ്റമാണ്. ഇൻഷുറൻസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടതാണ്. ക്യാരിയേജ് ഇൻവേർഡ്സ്, ക്യാരിയേജ് ഇൻവേർഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ റോ മെറ്റീരിയൽ മറ്റൊക്കെ പർച്ചേസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സ്പെൻസ് ആണ്. അതെന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് എക്സ്പെൻസ് ആണ്, അത് ട്രേഡിംഗ് അക്കൗണ്ടിലാണ് എഴുതേണ്ടത്. ഡെറ്റേഴ്സ് അസറ്റ് ആണ്, മെഷീനറി അസറ്റ് ആണ്, ബിൽഡിംഗ് അസറ്റ് ആണ്. ദെൻ സെയിൽസ് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ എഴുതേണ്ട ഐറ്റമാണ്. ക്യാപിറ്റൽ ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിൽ എഴുതേണ്ടതാണ്. ലോണ് അതും ലയബിലിറ്റി ആണ്, ക്രെഡിറ്റേഴ്സ് ലയബിലിറ്റി ആണ്. പർച്ചേസ് റിട്ടേൺസ് എന്ത് ചെയ്യണം? പർച്ചേസിൽ നിന്ന് ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ ഇവിടെ പർച്ചേസിന്റെ എമൗണ്ട് വന്നിട്ടുണ്ട്. പർച്ചേസിൽ നിന്ന് പർച്ചേസ് റിട്ടേൺസ് ഡിഡക്ട് ചെയ്തിട്ട് നെറ്റ് പർച്ചേസ് വേണം എമൗണ്ട് കോളത്തിൽ എഴുതാൻ. കമ്മീഷൻ ഇത് ക്രെഡിറ്റ് ബാലൻസ് ഐറ്റംസ് ആണ് ഈ തന്നിരിക്കുന്നത്. അപ്പോൾ കമ്മീഷൻ എന്ന് പറയുന്നത് റിസീവ്ഡ് ആണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിൽ വേണം എഴുതാൻ. ബിൽസ് പേയബിൾസ് എന്ന് പറയുന്നത് എന്താണ്? ലയബിലിറ്റി ആണ്. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് അതും ലയബിലിറ്റി ആണ്. അപ്പോൾ എല്ലാ ഐറ്റംസും എങ്ങോട്ടാണ് എഴുതേണ്ടതെന്ന് മനസ്സിലായി. ഇനി അഡ്ജസ്റ്റ്മെന്റുകൾ നോക്കുക. ക്ലോസിംഗ് സ്റ്റോക്ക് ₹12,300 നമുക്കറിയാം. ട്രേഡിംഗ് അക്കൗണ്ടിന്റെ ക്രെഡിറ്റ് സൈഡിലും എഴുതണം, അതുപോലെ ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും കാണിക്കണം. ഔട്ട്സ്റ്റാൻഡിംഗ് വേജസ് ₹200 ആൻഡ് സാലറി ₹100. വേജസ് ഒരു 200 രൂപ ഇനിയും കൊടുക്കാനുണ്ട്, അതുപോലെ തന്നെ സാലറിയും ഒരു 100 രൂപ കൊടുക്കാനുണ്ട്. അപ്പോൾ ഇത് ബി ആണ് അഡ്ജസ്റ്റ്മെന്റ്. അപ്പോൾ വേജസ് അവിടെ സൈഡിൽ ബി എന്ന് കൊടുക്കുക, അതുപോലെ തന്നെ സാലറിയും കൊടുക്കാനുണ്ട്, അപ്പോൾ അവിടെയും ബി എന്ന് കൊടുക്കുക. അപ്പോൾ ഇത് രണ്ടും ഇനിയും കൊടുക്കാനുള്ള എമൗണ്ട് ആണ്. അപ്പോൾ അതെന്ത് ചെയ്യണം? ട്രേഡിംഗ് വേജസിന്റെ എമൗണ്ട് ട്രേഡിംഗ് അക്കൗണ്ടിൽ ഈ കൊടുത്ത എമൗണ്ടിന്റെ കൂടെ ഇനിയും എത്രയും കൂടെ കൂട്ടണം? 200 കൂടെ കൂട്ടി വേണം എഴുതാനായിട്ട്. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ സാലറി എഴുതുമ്പോൾ ഓൾറെഡി 800 കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ഇനി ഒരു 100 കൂടെ കൊടുക്കാനുണ്ട്, അതും കൂടി ആഡ് ചെയ്ത് വേണം എഴുതാനായിട്ട്. പിന്നെ ഈ കൊടുക്കാനുള്ള 2 ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ടുകളും എവിടെയും കൂടി പോകണം? ബാലൻസ് ഷീറ്റിന്റെ ലയബിലിറ്റി സൈഡിലും കൂടി എഴുതണം. നെക്സ്റ്റ് അക്രൂഡ് കമ്മീഷൻ ₹300. എന്താ ഇതിൻ്റെ അർത്ഥം? കമ്മീഷൻ ഇനിയും ഒരു 300 രൂപ കൂടി കിട്ടാനുണ്ട് അല്ലേ? അതായത് കമ്മീഷൻ ഏൺഡ് ബട്ട് നോട്ട് റിസീവ്ഡ് ആണ്. അപ്പം അത് ഈ വർഷത്തെ തന്നെയാണ്. അക്രൂഡ് കമ്മീഷൻ ഇനിയും കിട്ടാനുള്ളതാണ് കമ്മീഷൻ 300. അപ്പം എന്ത് ചെയ്യണം? ഓൾറെഡി കിട്ടിയ എമൗണ്ട് ഇവിടെ തന്നിട്ടുണ്ട് 500. അപ്പം അതിൻ്റെ സൈഡിൽ സി അഡ്ജസ്റ്റ്മെന്റ് നമ്പർ സി ആണ്. സി എന്നൊന്ന് കൊടുക്കുക. കിട്ടിയ എമൗണ്ട് 500 ആണ്. അതിൻ്റെ കൂടെ ഇനി കിട്ടാനുള്ള എമൗണ്ടും കൂടി എന്ത് ചെയ്യണം? ആഡ് ചെയ്തിട്ട് വേണം ആ എമൗണ്ട് കോളത്തിലേക്ക് എഴുതാനായിട്ട്. പിന്നെ ഇനിയും കിട്ടാനുള്ള കമ്മീഷൻ എന്ന് പറയുന്നത് എവിടെയും കൂടി കാണിക്കണം? ബാലൻസ് ഷീറ്റിൽ അസറ്റ് സൈഡിലും കൂടി കാണിക്കണം. ഡി ക്രിയേറ്റ് 5% പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ്സ്. സൺഡ്രി ഡെറ്റേഴ്സിന്റെ 5% പ്രൊവിഷൻ ഫോർ ബാഡ് ആൻഡ് ഡൗട്ട്ഫുൾ ഡെറ്റ് വെക്കാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇവിടെ സൺഡ്രി ഡെറ്ററിന്റെ എമൗണ്ട് ഇവിടെ കിടപ്പുണ്ട്. സൺഡ്രി ഡെറ്റേഴ്സ് 10,000 ആണ് കണ്ടോ. അപ്പോൾ അത് അഡ്ജസ്റ്റ്മെന്റ് നമ്പർ ഡി എന്നൊന്ന് സൈഡിൽ നോട്ട് ചെയ്യുക. 10,000ന്റെ 5% എന്ന് പറയുമ്പോൾ 500 വരും. ഇതെന്ന് പറയുന്നത് ന്യൂ പ്രൊവിഷൻ ആണ്. അതെവിടെ എഴുതണം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ഡെബിറ്റ് സൈഡിൽ എഴുതണം. കൂടാതെ ബാലൻസ് ഷീറ്റിൽ സൺഡ്രി ഡെറ്ററിൽ നിന്നും ഈ ന്യൂ പ്രൊവിഷൻ ഡിഡക്റ്റ് ചെയ്യുകയും വേണം ഈ 500. ഇനി ഈ ചാർജ് 10% ഡിപ്രീസിയേഷൻ ഓൺ മെഷീനറി. മെഷീനറിക്ക് 10% ഡിപ്രീസിയേഷൻ പ്രൊവൈഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നു. അപ്പോൾ മെഷീനറി ഇവിടെയാണ്. അപ്പോൾ ഈ എന്ന സൈഡിൽ കൊടുക്കുക. 7,000 ആണ് മെഷീനറിയുടെ വാല്യൂ. അപ്പോൾ അതിൻ്റെ 10% എന്ന് പറയുമ്പോൾ 700 ആണ് ഡിപ്രീസിയേഷൻ. അപ്പോൾ നമുക്ക് എല്ലാ ഐറ്റംസും എങ്ങനെയാണ് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലായി. ദെൻ ട്രേഡിംഗ് ആൻഡ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് വരയ്ക്കുക. ഓരോരോ ഐറ്റംസ് ആയിട്ട് പോസ്റ്റ് ചെയ്യുക. ഇപ്പോൾ ട്രേഡിംഗ് അക്കൗണ്ട് നമുക്കറിയാം ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്, പർച്ചേസസ് കണ്ടോ, റിട്ടേൺസ് കുറച്ചിട്ടുള്ള എമൗണ്ട്,
വേജസ്, അതിൻ്റെ കൂടെ ഔട്ട്സ്റ്റാൻഡിങ് വേജസ് ആഡ് ചെയ്തിട്ടുള്ള എമൗണ്ട് കോളത്തിലേക്ക് എഴുതേണ്ടത്. ക്യാരിയേജ് ഇൻവേർഡ്, പിന്നെ ക്രെഡിറ്റ് സൈഡിൽ സെയിൽസ് റിട്ടേൺസ് ഡിഡക്ട് ചെയ്തിരിക്കുന്നു. ക്ലോസിംഗ് സ്റ്റോക്ക് ടോട്ടൽ ചെയ്യുന്നു. ക്രെഡിറ്റ് സൈഡാണ് കൂടുതൽ. ദെൻ റിസൾട്ട് എന്ന് പറഞ്ഞാൽ ഗ്രോസ് പ്രോഫിറ്റ് ആണ്. ആ ഗ്രോസ് പ്രോഫിറ്റിനെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ബ്രോട്ട് ഡൗൺ ചെയ്തിരിക്കുന്നു. പിന്നെ എല്ലാ ഇൻഡയറക്റ്റ് എക്സ്പെൻസസും ലോസസും ഡെബിറ്റ് സൈഡിലും, റവന്യൂസും ഗെയിൻസും ക്രെഡിറ്റ് സൈഡിലും. ഇവിടെ റവന്യൂ അല്ലെങ്കിൽ ഗെയിൻ എന്ന് പറയാൻ കമ്മീഷൻ ആണുള്ളൂ. കമ്മീഷൻ്റെ കൂടെ ഇനിയും കിട്ടാനുള്ള അക്രൂഡ് കമ്മീഷനായ 300 കൂടി ചേർത്ത് വേണം എഴുതാനായിട്ട്. പിന്നെ ഇൻഷുറൻസ് ഉണ്ട് ഡെബിറ്റ് സൈഡിൽ. സാലറി, ഇനി കൊടുക്കാനുള്ള സാലറിയും കൂടി ചേർത്ത് വേണം എഴുതാൻ. പ്രൊവിഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ 500 ആണ്, അതും കൂടി അത് ഡെബിറ്റ് ചെയ്തിട്ടുണ്ട്. ഡിപ്രീസിയേഷൻ മെഷീനറിയുടെ 700 പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ദെൻ ടോട്ടൽ ചെയ്യുക. ക്രെഡിറ്റ് സൈഡാണ് ഇവിടെയും കൂടുതൽ. അപ്പോൾ റിസൾട്ട് എന്ന് പറയുന്നത് നെറ്റ് പ്രോഫിറ്റ് ആണ്. ആ നെറ്റ് പ്രോഫിറ്റിനെ നമ്മൾ ബാലൻസ് ഷീറ്റ് ക്യാപിറ്റൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ളതാണ്. ഇനി ബാലൻസ് ഷീറ്റ് ഡ്രോ ചെയ്യുക. അസറ്റ്സും ലയബിലിറ്റീസും ലിസ്റ്റ് ചെയ്യുക. ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്. കിട്ടാനുള്ള കമ്മീഷൻ കൊണ്ട് അസറ്റ് ആണ്, എഴുതാൻ വിട്ടുപോകരുത്. ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. സൺഡേ ഡെറ്റർ എഴുതുമ്പോൾ ന്യൂ പ്രൊവിഷൻ ഡിഡക്ട് ചെയ്തിട്ട് വേണം എമൗണ്ട് എഴുതാൻ. ബിൽഡിങ്ങിന് 10,000 ഉണ്ട്. മെഷീനറി എഴുതുമ്പോൾ ഡിപ്രീസിയേഷൻ്റെ എമൗണ്ട് ഡിഡക്ട് ചെയ്തിട്ട് വേണം എഴുതാനായിട്ട്. അതുപോലെ ലയബിലിറ്റി സൈഡിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ഉണ്ട്. ഇനിയും വേജസ് 200 കൊടുക്കാണ്ട്, അതുപോലെ സാലറി 100 കൊടുക്കാണ്ട്. അത് രണ്ടും ലയബിലിറ്റി ആയിട്ട് എഴുതണം. ഇനിയും കൊടുക്കാനുള്ള ബാധ്യതയാണല്ലോ. സൺഡ്രി ക്രെഡിറ്റേഴ്സ് 8,000 ഉണ്ട്. ബിൽസ് പേയബിൾ 15,000 ഉണ്ട്. 1,500 ഉണ്ട്. ലോണ് 5,000 ഉണ്ട്. പിന്നെ ക്യാപിറ്റലിലൂടെ നെറ്റ് പ്രോഫിറ്റ് ആണ്, അതുകൊണ്ട് ആഡ് ചെയ്യുന്നു. എമൗണ്ട് കോളത്തിലേക്ക് എഴുതുന്നു. ദെൻ ടോട്ടൽ ചെയ്യുക. ബാലൻസ് ഷീറ്റ് ടാലി ആവും. അപ്പം ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യുന്നത്. അപ്പം എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും മതി. ഓക്കെ, താങ്ക് യു.